ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വഴുതൂര് മുംബൈയിലെ നാളത്തെ ഒരു പുത്തൻ പ്രൊമോ വിശേഷം കേൾക്കാം. അങ്ങനെ വൈജയന്തിക്ക് കിടന്നിട്ട് ഉറക്കമൊന്നുമില്ല. വൈജയന്തി ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയത്ത് ഫോൺ എടുത്തിട്ട് നേരെ ശിവനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ശിവ ഫോൺ എടുക്കും. ഇതെന്താ വൈജയ നീ രാത്രി വിളിക്കുന്നത്? ശിവേട്ടനിപ്പോൾ എന്ത് ചെയ്യുമോ? ഈ പാതിരാത്രി ഞാൻ എന്തോ വൈജയ ചെയ്യുന്നത്? ഞാൻ ടർഫിൽ കിടന്ന് ക്രിക്കറ്റ് കളിക്കുവാണ്. ഓ, നിങ്ങൾക്കൊക്കെ കിടന്ന് ക്രിക്കറ്റ് കളിക്കാം, സംസാരിക്കാം, എന്ത് വേണം ചെയ്യാമല്ലോ. ഞാനല്ലേ കിടന്ന് അനുഭവിക്കുന്നത്. എന്താ വൈജയ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കും. നിങ്ങളുടെ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഞാൻ എങ്ങോട്ടെങ്കിലും ഒരു വീടെടുത്ത് മാറി താമസിച്ചോളാമെന്ന്. അത് കേൾക്കാതെ എന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ ചതിച്ചേലി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിക്കും. വൈജയ, അത് നിൻ്റെ സ്വന്തം വീടല്ലേ, നീ താമസിക്കേണ്ടത് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ അല്ലേ? ഓ, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആണല്ലോ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജ പാതിരാത്രി ശിവനെ വിളിച്ചങ്ങ് ദേഷ്യപ്പെടുകയാണ്. ശിവൻ പറയും, എന്താ വൈജ നിൻ്റെ പ്രശ്നം? എനിക്കിവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഒന്നീ അവൾ അല്ലെങ്കിൽ ഞാൻ. അന്നേ ഞാൻ പറഞ്ഞു അവളുടെ വീട്ടിലോട്ട് ഞാൻ താമസിക്കാൻ വരത്തില്ലെന്നുള്ളത്. എനിക്കിവിടുന്ന് മാറി താമസിച്ചേ പറ്റത്തോളം എന്ന് പറയും. ശരി, എന്തായാലും നേരം ഒന്ന് വെളുക്കട്ടെ. നേരം വെളുത്തതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. നീ ഇപ്പം എന്തായാലും കിടന്നുറങ്ങ്. ഞാൻ രാവിലെ വന്നിട്ട് അവിടെ സംസാരിക്കാമെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, ശിവയുടെ ഫോൺ വെച്ചിട്ട് പോകുന്നുണ്ടോ? എന്നെ ഇവിടെ ദേഷ്യം പിടിപ്പിക്കാതെ. നീ വലിയ വൈജ പാതിരാത്രിക്ക് എന്നെ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചത്, എന്നിട്ടിപ്പോൾ ഞാൻ ഫോൺ വെച്ചിട്ട് പോകാനോ എന്ന് പറഞ്ഞ് വൈജ ഫോൺ കട്ട് ചെയ്യാണ്. ശിവനങ്ങ് ദേഷ്യം വരും. എന്തോ പറയാനാന്ന് പറയാം. പാതിരാത്രിക്ക് വിളിച്ചിട്ട് ഓരോരോ പട്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശിവന് ദേഷ്യപ്പെട്ടിട്ട് ഫോണും കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം വൈജയന്തിക്ക് ഉറക്കമില്ല. വൈജയന്തി അലീനയുടെ റൂമിലോട്ട് വരികയാണ്. റൂമിലോട്ട് വന്നതിന് ശേഷം അലീന അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. എന്താ മേഡം, ഇവിടെ തന്നെ തുടർന്ന് താമസിക്കാൻ തന്നെയാണോ നിൻ്റെ ഉദ്ദേശം? ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് മേഡത്തിന് എന്താ പ്രശ്നമെന്ന് ചോദിക്കും. നീ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ശല്യം. എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബമാണെന്നറിയാമോ ഇത്? നീ ഒരുത്തി വന്നതിന് ശേഷം എനിക്കെല്ലാം നഷ്ടപ്പെടുന്നത്, എൻ്റെ ഭർത്താവിനെയും മക്കളെയല്ല. ഞാനൊരിക്കലും മേഡത്തിൻ്റെ ഭർത്താവിനെയും മക്കളെയും മേഡത്തിന് വേർപിച്ചിട്ടില്ല. എൻ്റെ ബബിതമോളും രോഹിമോനും ഞാൻ പറഞ്ഞ മാത്രം കേൾക്കുന്ന മക്കളായിരുന്നു. കൃഷ്ണജ പണ്ട് അച്ഛൻ്റെ മോളാണ്. ഇപ്പോൾ അവരെ പോലെ നീ നിൻ്റെ സൈഡാക്കി ഇല്ലേടി? നിനക്കെന്താ വശീകരണ ശക്തിയുണ്ട്? എൻ്റെ മക്കളെയും ഭർത്താവിനെയും എല്ലാം നീ എൻ്റെ ഭാഗത്ത് മാറ്റി താമസിക്കും. സ്വന്തം വീട്ടിൽ ഒരു പെയിൻ കെച്ച് താമസിക്കുന്ന കണക്ക് ഒരു മുറിക്കകത്ത് ഞാൻ ഒതുങ്ങി കൂടി താമസിക്കേണ്ട അവസ്ഥ വരാൻ കാരണം നീ ഒരുത്തിയാണ്. നീ ഇവിടുന്ന് പോയാൽ പറ്റത്തുള്ളൂ എന്ന് പറയും. ഞാൻ ഇവിടുന്ന് പോകണമെന്ന് മേഡത്തിന് അത്ര നിർബന്ധമാണെന്ന് വയ്ക്കും. അതെ, നീ പോയെങ്കിൽ മാത്രമേ എൻ്റെ കുടുംബം എൻ്റെ കൈപ്പിടിയിൽ എനിക്ക് ഒതുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ശരി, മേഡത്തിന് ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറിപ്പോവാം. പക്ഷേ പെട്ടെന്ന് മാറാൻ മേഡം എൻ്റെ അടുത്ത് പറയരുത്. ഒരു 2 ആഴ്ചയെങ്കിലും സമയം മേഡം എനിക്ക് തരണമെന്ന് പറയും. ശരി, ഇത്രയായില്ലേ? എന്തായാലും ഞാൻ ഇത്രയും നാളും കാത്തിരുന്നു. 2 ആഴ്ച കൂടി ഞാൻ നിനക്ക് സമയം തരാം. ആ 2 ആഴ്ചക്കുള്ളിൽ നീ ഇവിടുന്ന് ഒഴിഞ്ഞു പോയേ പറ്റത്തുള്ളൂ എന്ന് പറയും. ശരി, നീ പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോവും. വേണ്ട, മേഡത്തിൻ്റെ വീട്ടിൽ നിന്ന് മേഡം പോകേണ്ട കാര്യമില്ല. ഞാൻ തന്നെ പോയേക്കാമെന്ന് പറയും. പക്ഷേ ഒരു കാര്യമുണ്ട് മേഡം, പക്ഷേ എനിക്ക് മേഡം ഒരു വാക്ക് തരണം. ഞാൻ പോയി കഴിഞ്ഞാൽ മേഡം എന്നെ അന്വേഷിച്ച് വരത്തില്ലെന്നുള്ളത്. നിന്നെ അന്വേഷിച്ച് ഞാൻ വരാൻ. എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണോ നിന്നെ അന്വേഷിച്ച് ഞാൻ വരുന്നതെന്ന്? പക്ഷേ മേഡം വരും. പക്ഷെ അന്ന് മേഡത്തിന് എന്നെ കാണാൻ സാധിക്കത്തില്ല. മേഡം എന്തെങ്കിലും ഒരിക്കൽ എന്നെ മനസ്സിലാക്കും. അപ്പോൾ എന്നെ കാണുമെന്ന് മേഡം ഒരുപാട് ആഗ്രഹിക്കും. പക്ഷേ അന്ന് മേഡത്തിൻ്റെ അടുത്ത് ഞാൻ കാണില്ലെന്നുള്ള കാര്യം അലീന കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് വൈജ ഒന്നും മിണ്ടത്തില്ല. എനിക്കിതൊന്നും കേൾക്കണ്ട. നീ ഇവിടുന്ന് 2 ആഴ്ചയ്ക്ക് 2 ആഴ്ച അതിനുള്ളിൽ നീ ഇവിടുന്ന് മാറി താമസിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറയും. ശരി മേഡം, ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടുന്ന് മേഡത്തിന് വേണ്ടി ഞാൻ ഇവിടുന്ന് മാറിപ്പോയിക്കോളാം എന്ന് പറയും. അപ്പം വൈജയന്തിക്ക് സന്തോഷവും. അങ്ങനെ വൈജയന്തി അങ്ങ് റൂമിൽ നിന്ന് പുറത്ത് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ അലീന കുളിച്ച് ഫ്രഷായിട്ടൊക്കെ നിൽക്കുകയാണ്. ആ സമയത്ത് കിച്ചണിൽ കയറി എന്തെങ്കിലും സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് വരികയാണ്. ആ സമയത്ത് ബബിത പറയും, തൽക്കാലം ചേച്ചി ഒന്നും ചെയ്യേണ്ട, ചേച്ചി 2-3 ദിവസം കൊണ്ട് റെസ്റ്റ് എടുക്കുക, അതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യം ആലോചിക്കാമെന്നൊക്കെ പറയും. എനിക്ക് ശരിയെന്ന് പറഞ്ഞ് അലീന അങ്ങ് പോവുകയാണ്. അലീനയ്ക്ക് വിഷമമുണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. കാരണം അലീനയുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതും അലീനയ്ക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നതൊക്കെ കുട്ടികളാണ് ചെയ്യുന്നത്. അതിനുശേഷം കൃഷ്ണജ എടുത്ത് അലീന പറയും, മോളെ എനിക്ക് രോഹിത്തിനെ ഒന്ന് കാണണം, മോള് രോഹിത്തിനെ എൻ്റെ റൂമിലോട്ടൊന്ന് പറഞ്ഞു വിടുമെന്ന് ചോദിക്കും. ശരി ചേച്ചി പൊയ്ക്കോന്ന് പറയും. അങ്ങനെ രോഹിത്ത് അലീനയുടെ റൂമിലോട്ട് വരികയാണ്. എന്താ ചേച്ചി പിന്നെയും പണിയിലാണോ? ഏയ്, ബബിത വരുന്നതിന് മുമ്പ് കുറച്ച് ജോലിയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. എന്താ ചേച്ചി എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ നിന്നെ വിളിച്ചത് നിൻ്റെ പഠിപ്പിൻ്റെ കാര്യം ചോദിക്കാനാണ്. നീ ഇനി സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അത് ചേച്ചി, അച്ഛൻ കോളേജിൽ പോയി സംസാരിച്ചായിരുന്നു. അവർക്ക് ഞാൻ അവിടെ തുടർന്ന് പഠിക്കുന്നതിന് താല്പര്യമില്ല. പിന്നെ TC മേടിച്ച് മറ്റേതെങ്കിലും കോളേജിലോട്ട് മാറാൻ അവർ പറയുന്നത്. കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിനകത്ത് കേസിൽപ്പെട്ട കാര്യമൊക്കെ ഒരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിനകത്ത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ എഴുതത്തില്ല ചേച്ചി. അവർ നമ്മളങ്ങ് TC മാറി പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് തരാമെന്ന് അവർ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ശരിയാവത്തില്ല എന്നൊക്കെ പറയും. ഇനി എന്തായാലും ഈ വർഷം ഇങ്ങനെ ആയില്ലേ ചേച്ചി, ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ, അതിനുശേഷം അടുത്ത വർഷം തൊട്ട് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാം, അടുത്ത വർഷം തൊട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയും. ഈ വർഷം അവിടെ എന്തായാലും എനിക്ക് ആ കോളേജിൽ ചേർന്ന് പഠിക്കാൻ പറ്റത്തില്ല. അച്ഛൻ പോയി സംസാരിച്ചിട്ട് പോലും ഒരു പ്രയോജനം ഉണ്ടായില്ലെന്നൊക്കെ പറയും. നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കും. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയോട് സങ്കടമൊക്കെ പറയുന്നുണ്ട്.
അതിനുശേഷം ബാലചന്ദ്രൻ്റെ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അലീന അങ്ങോട്ട് വരും. ചോദിക്കും, എന്താ മോളെ, നിൻ്റെ പനിയെ കുറവുണ്ടോ എന്ന് ചോദിക്കും. ആ, നല്ല റെസ്റ്റ് അല്ലായിരുന്നു വെച്ചാൽ ഇത്രയും ദിവസം, കാര്യങ്ങളൊക്കെ കൃഷ്ണജയും ബബിതയും കൂടി അല്ലേ ചെയ്തത്, ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കാരണം അവരുടെ പഠിപ്പൊക്കെ മുടങ്ങുമല്ലോ, ഇത്രയും ജോലിയൊക്കെ ഇവർ ചെയ്യുന്നതിൽ. അത് സാരമില്ല, അവരും ജോലിയൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്നൊക്കെ പറയും. എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. എന്താ മോളെ, അത് ഈ കാര്യം പറ. അത് അച്ഛാ, ഇന്നലെ ഞാൻ എൻ്റെ റൂമിൽ മേഡം വന്നിരുന്നു പറയും. വൈജയോ? ആ അതെ, അവളങ്ങനെ നിൻ്റെ റൂമിലോട്ടൊന്നും വരത്തില്ലല്ലോ. ഇന്നലെ വന്നിരുന്നു. എന്താ കാര്യം? അത് മേഡം പറയുന്നത് ഞാൻ ഇവിടുന്ന് മാറി താമസിക്കണമെന്നാണ്. മാറി താമസിക്കാനോ? ആ അതെ, ഞാൻ ഇവിടുന്ന് മാറി താമസിച്ചില്ലെങ്കിൽ മേഡം ഇവിടുന്ന് പോകുമെന്നാണ് പറയുന്നത്. അന്ന് തന്നെ മേഡത്തിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. അന്ന് ശിവനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചാൽ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ മേഡം ഇവിടുന്ന് പോവും. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകണം അച്ഛാ എന്ന് പറയും. അമ്മയ്ക്ക് ഇവിടെ ഞാൻ നിൽക്കുന്ന ഇഷ്ടമല്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ എന്ന് പറയും. മോളെ, നീ എൻ്റെ സമ്മതമില്ലാതെ ഇവിടുന്ന് പോവുമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കും. അച്ഛൻ്റെ സമ്മതമില്ലാതെ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല, പക്ഷേ അച്ഛൻ എനിക്ക് അതിനുള്ള അനുവാദം തരണം. അച്ഛൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയും. എന്നിൽ നിന്ന് നീ അങ്ങനെ ഒരു അനുവാദം പ്രതീക്ഷിക്കുന്നോ എന്ന് ചോദിക്കും. അച്ഛൻ എന്നെ വിഷമിപ്പിക്കരുതെന്ന് അലീന പറയുന്നുണ്ട്. ആ സമയത്ത് പറയും, മോളെ, നീ കാരണമാണ് പൊട്ടിച്ചിതറിപ്പോയ ഈ കുടുംബം ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ആ കുടുംബം നീ ഇവിടെ നിന്നില്ല, ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശിഥിലമായി പോകും. രോഹിത്തിനെ ഉൾപ്പെടെ, ബബിതയെ ഉൾപ്പെടെ, രോഹിത്തിനെയും ബബിതയൊക്കെ ഇന്ന് നല്ല രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ അവരെ മാറ്റിയെടുത്ത് അവരുടെ സ്വഭാവത്തിന് ഇത്രയും മാറ്റം ഉണ്ടാക്കിയെടുത്തത് നിൻ്റെ ഒരൊറ്റ വരവോട് കൂടിയാണ്. നീയാണ് അവരെ ഇത്രയും നന്നായി മാറ്റിയെടുത്തത്. ഒരിക്കലും രോഹിത്തിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടതല്ല. നീ ആ കോളനിയിൽ പോയി ആ കുട്ടിയോട് സംസാരിച്ചതിന് ശേഷമാണ് ആ കുട്ടി രോഹിത്തിന് അനുകൂലമായി സംസാരിച്ചത്. അവനോട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവന് അനുകൂലമായി സംസാരിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ തിരിച്ച് കിട്ടിയത്, എനിക്ക് എൻ്റെ കുടുംബത്തെ തിരിച്ച് കിട്ടിയത്, എൻ്റെ മക്കളെ പോലും. പക്ഷേ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടിയ എൻ്റെ മക്കളും കുടുംബവും എല്ലാം ചിന്ന ഭിന്നമായി പോകും, ശിഥിലമായി പോകും. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകരുത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ പിടിക്കുകയാണ് ബാലേന്ദ്രൻ. ഞാൻ എൻ്റെ മൂത്ത മകളുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ സ്ഥാനത്തല്ല, സ്വന്തം മൂത്ത മകളെ കണക്കെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. എൻ്റെ രോഹിക്കും കൃഷ്ണമോൾക്കും ബബിമോൾക്കും നീ ഒരു സ്വന്തം ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ബാലചന്ദ്രൻ അലീന വീട്ടിൽ നിന്ന് പോകാൻ സമ്മതിക്കുമോ? സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അലീന ആ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറാവുമോ? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കഥയ്ക്കും വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.